ഉമിയം ലേക്ക്. ഇതാണ് ഉമിയം ലേക്ക്. ഉമിയം എന്ന് പറഞ്ഞാൽ കണ്ണുനീരെന്നാണ് കാസി ഭാഷയിൽ. കണ്ണുനീര് വീണ് നിറഞ്ഞ ഒരു തടാകമാണിത്. അവിടെ ഒരു ഇത് ശുദ്ധിയുടെ തടാകം തോന്നുന്നു. അല്ല, ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റൊക്കെ ഉണ്ട് ഇവിടെ. ഒരു ഡാമുണ്ട്. ഡാം കെട്ടിയപ്പോഴാണ് ഇതുണ്ടായത്. ഇത് മാൻമെയ്ഡ് ആണ് ഈ ലേക്ക്. നമ്മൾ പൈസ കൊടുത്ത് പോകേണ്ടത്. അവിടെ നിന്ന് ബോട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് പൈസ കൊടുത്ത് കയറുന്നത്. ഇപ്പോൾ ഏരിയൽ വ്യൂ ഇവിടെ നിന്നാണ് കിട്ടുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ വ്യൂ ഒന്നും കാണണമെന്നില്ല. ഒരു കടൽ പോലെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഒരു ഡാം കെട്ടിയിട്ടുണ്ട്. ആ ഡാം കെട്ടിയപ്പോഴാണ് ഈ തടാകം ഇവിടെ രൂപപ്പെട്ടത്. അതുകൊണ്ടാണ് ഇത് മാൻമെയ്ഡ് ലേക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ പുറത്തിൻ്റെ നാടോടി കഥയും കൂടെ ഉണ്ട്. അതായത് സ്വർഗത്തിൽ നിന്നും ഒരു ചേട്ടത്തി അനിയത്തിയും കൂടെ മേഘങ്ങളുടെ ആലയമായ മേഘാലയ കാണാൻ വന്നു. അവർക്ക് വഴിതെറ്റിപ്പോയി. അതിൽ അനിയത്തിയെ കാണാതായാൽ ദുഃഖിച്ച് ചേട്ടത്തി കണ്ണുനീർ പൊഴിച്ചു. ആ കണ്ണുനീരിൽ നിന്നുണ്ടായതാണ് ഈ തടാകം എന്നൊരു നാടോടി കഥ കൂടിയുണ്ട്. അതായത് കണ്ണുനീര് ആണ് ഉമിയം. അങ്ങനെയാണ് ഉമിയം എന്നുള്ള പേര് ഈ ലേക്കിന് വരാൻ കാരണമെന്നൊക്കെയാണ് കഥ. അത്രയേ ഉള്ളൂ. പിന്നെ കാഴ്ചകൾ താഴെ ഇറങ്ങിയാലും കാര്യമായിട്ട് കാണാനൊന്നുമില്ല. അവിടെ വരെ പൈസ കൊടുത്ത് പോകുന്നേ ഉള്ളൂ. ഞങ്ങളങ്ങനെ ഉമിയം ലേക്ക് കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. 50 രൂപയാണ് ടിക്കറ്റ് ഇതൊക്കെ കയറുന്നതിനുള്ള. ആ തടാകത്തിൻ്റെ കര വരെ നമുക്ക് പോവാം. ഒരു വാച്ച് ടവറുണ്ട്. ഇതിലൊക്കെ നടന്ന് ചെന്നാൽ ആ വാച്ച് ടവറിലെത്താം. ആ വാച്ച് ടവറിൽ ചെന്ന് ഫോട്ടോസോ വീഡിയോസൊക്കെ നമുക്ക് എടുക്കാനായിട്ട് കഴിയും. ഇത് ഒരു വൻ മരങ്ങളാണ്. കോണിഫറസ് മരങ്ങളാണെന്ന് തോന്നുന്നു നിൽക്കുന്നത് ഇതിൻ്റെ ചുറ്റിലുമായിട്ട്. തടാകത്തിൻ്റെ അടുത്തേക്കുള്ള ഞങ്ങളുടെ നടത്തം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ നടക്കാനുണ്ട്. അപ്പോൾ ആ വഴിക്കൊക്കെ തന്നെ നമുക്ക് വാച്ച് ടവറൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ മേളിൽ കയറുന്നൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് കഴിയും. തടാകം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. കുറേ കൂടെ ദൂരം നമുക്ക് നടക്കാനുണ്ട്. എത്താറായെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇപ്പം എത്തിക്കഴിഞ്ഞു. ആ ബോട്ടിംഗ് പോയിന്റിലെത്തി. ബോട്ടിംഗ് ഇവിടെ നിന്നാണ് നടക്കുന്നത്. അതിനുള്ള പ്ലാറ്റ്ഫോമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സെയിലിംഗ് ഒക്കെ ഉണ്ട്. സെയിലിംഗ് ഫെസ്റ്റൊക്കെ ഉണ്ട് ഇവിടെ. റിഗാലിയ എന്നുമായിട്ട് അറിയിച്ചിട്ടുണ്ട്. മേഘാലയ സ്റ്റേറ്റ് റിഗാറ്റ 2024. അവിടെ സ്റ്റേ ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അവിടുത്തെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. വാട്ടർ സ്പോർട്സ് കോംപ്ലക്സ് ഒക്കെ ഉണ്ട്. ഉമിയം സെയിലിംഗ് ക്ലബിൻ്റെ പ്രോഗ്രാമാണ് 5-ാം തീയതി തൊട്ട് 8-ാം തീയതി ഡിസംബർ. അപ്പോൾ ഇന്നാണ് അത് അവസാനിക്കുന്നത്. അവസാന ദിവസമാണ് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. റിഗാട്ട സെയിലിംഗ് അല്ലേ സുഹൃത്തുക്കളെ? നമ്മൾ മേഘാലയയിലെ ഷിലോങ്ങിനടുത്തുള്ള ഉമിയം ലേക്കിലാണുള്ളത്. നമ്മളിപ്പോൾ ഇന്ന് ഈ വന്ന ഒരു ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ദിവസമാണ്. ലേക്കിൻ്റെ ഇമ്പോർട്ടൻസ് അല്ല, കാരണം ഇവിടെ ഷിലോങ്ങിൽ ആദ്യമായിട്ട് ഉമിയം ലേക്കിൽ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ ഒരു സമയത്താണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ പിറകിൽ അതിൻ്റെ വേദിയൊക്കെ കാണാൻ പറ്റും. ഇവിടെ സെയിലിംഗ് ആണ്. അന്ന് തുടങ്ങിയിട്ടില്ല. അവിടെ ആൾക്കാരൊക്കെ പ്രോഗ്രാമൊക്കെ അറേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇനി വരുന്ന വർഷങ്ങളിൽ ഒരു മേഘാലയ ടൂറിസത്തിൻ്റെ പ്രധാന ഒരു പാർട്ട് കൂടിയാണ് ഈ ഒരു സെയിലിംഗ് പ്രോഗ്രാമുകൾ ഉണ്ടാവുക. നമ്മളിപ്പം ഇവിടുത്തെ നവംബർ മാസം വാർസ് ലേക്കിലുള്ള ജെറി ബ്ലോസം ഫെസ്റ്റിവൽ പോലെ വരും വർഷങ്ങളിൽ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രോഗ്രാമായിരിക്കും. വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് ഏരിയ ആണ് ഉമിയം ലേക്ക്. അപ്പം നമ്മൾ ഇന്ന് ഈ ഒരു ദിവസം ഇവിടെ എത്തിയാൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആ പ്രോഗ്രാമുകൾ നമുക്ക് സമയമുണ്ടെങ്കിൽ കാണാം. പേരുണ്ടല്ലോ. എല്ലാ വർഷവും ഇത് നടക്കുമായിരിക്കും. മേഘാലയ സ്റ്റേറ്റ് റിഗാറ്റ 2024 സെയിലിംഗ് ഫെസ്റ്റിവലാണ്. 5-ാം തീയതി തൊട്ട് 8-ാം തീയതി. അപ്പം ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. എല്ലാ വർഷവും ഡിസംബർ 5 തൊട്ട് 8 വരെ ഇവിടെ സെയിലിംഗ് ഫെസ്റ്റിവലുണ്ട്. സെയിലിംഗ് മത്സരങ്ങളൊക്കെ ഉണ്ട്. ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നുള്ള സെയിലേഴ്സ് ഇവിടെ വരാറുണ്ട്. അപ്പോൾ അത് നമുക്ക് കണ്ടാസ്വദിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട്
അതിൽ ഒരു 10 മണിക്ക് ശേഷമൊക്കെ ഇവിടെ സന്ദർശിക്കാൻ ശ്രമിക്കും. അത്ര ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആ സമയത്തൊക്കെ ആയിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക്